ശരിക്കും ഈ മൂവി രാത്രി കാണുന്ന സിനിമയാണ്. ഈ മൂവിക്ക് കിട്ടുന്ന ഹൈപ്പൊക്കെ ഉള്ളതാണോ? ബ്രിങ് ഹർ ബാക്ക് എന്നത് ഒരു മാസ്റ്റർ പീസ് ആണോ? നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിങ് ഹർ ബാക്ക് എന്ന് പറയുന്ന മൂവിയുടെ പ്ലോട്ട്, അതുപോലെ ടെക്നിക്കൽ സൈഡ്, പിന്നെ എനിക്ക് ഈ സിനിമയെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണ്. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ് ഈ മൂവിയെ പറ്റി നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ. ആൻഡിയും പെപ്പറും സ്റ്റെപ്പ് സിബ്ലിങ്സ് ആണ്. ഇവരുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഇവരെ ലോറ എന്ന് പറയുന്ന പേരുള്ള ഒരു ഫോസ്റ്റർ മദർ അഡോപ്റ്റ് ചെയ്യാണ്. പെപ്പർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആൻഡി ആണെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ 80+ ആവും. അങ്ങനത്തെ ഒരു പ്രായത്തിലുള്ള പയ്യനാണ്. ലോറയ്ക്ക് എന്തൊക്കെയോ കുറെ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഇവർ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഫിലിമിന്റെ ഹുക്ക്. ഇതിൽ കുറച്ച് ബ്ലാക്ക് മാജിക്, അതുപോലെ തന്നെ കുറച്ച് ഡീമൻ, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. മൊത്തത്തിൽ ഒരു നല്ല ഹൊറിഫിക് എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ടുള്ള പറ്റിയ ഒരു പ്ലോട്ടൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രീവിയസ് വീഡിയോസ് കണ്ട 100% വ്യൂവേഴ്സും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇതുപോലെയുള്ള റിവ്യൂസിന് വേണ്ടിയിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് ഇനിയും പുതിയ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ. ഡാനി ആൻഡ് മൈക്കിൾ ഫിലിപ്പോസ് രണ്ടാളും കൂടെ വീണ്ടും ഒരു ഹൊറർ മാസ്റ്റർ പീസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ടോക്ക് ടു മീ ആണ് ഇവരുടെ ആദ്യത്തെ മൂവി. ഇത് അവരുടെ 2ാമത്തെ മൂവിയാണ്. ഇതും അതിൻ്റെ ഇരട്ടി ഗംഭീരമാക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എഡിറ്റിങ്, സൗണ്ട്, മ്യൂസിക്, സൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിച്ച സൗണ്ട് എഫക്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂവിയിൽ ഉണ്ടെങ്കിലും നമ്മളത് അങ്ങനെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കഥയിൽ എങ്ങനെ ബ്ലെൻഡ് ആയിട്ട് പോവാണ്. നമുക്ക് ഓക്കെ, ഈ ഒരു സൗണ്ട് എഫക്ട്സ് അവർ ഇട്ടു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എഡിറ്റിങ് ചെയ്തു എന്നൊന്നും തോന്നില്ല. അത് ആ മൂവിയിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോവാണ്. അതാണ് ആ മൂവിനെ മൊത്തത്തിലൊന്ന് എലിവേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ഫാക്ടർ. എനിക്ക് ഈ ഫിലിമിൽ ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ ശരിക്കും പേടിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമ അതിൻ്റെതായ ടൈം എടുത്ത് സസ്പെൻസ് ബിൽഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇനി എന്താ സംഭവിക്കാൻ പോവുക. അങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒരു മൂവിയാണിത്. ശരിക്കും കുറെ കാലത്തിന് ശേഷം ഒരു നല്ല ഒറിജിനൽ ഹൊറർ മൂവി കണ്ട ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഒരു വാർണിംഗ് ആയിട്ട് പറയുകയാണ്, കാരണം ഇതിന് നെഗറ്റീവ് സൈഡ്സ് ഒന്നും എനിക്ക് നോക്കിയിട്ട് കണ്ടില്ല. 80+ മുകളിലുള്ള ആൾക്കാർ മാത്രം ഈ ഒരു സിനിമ കണ്ടാൽ മതി. കാരണം ചില സീനുകളൊക്കെ ഭയങ്കര ഗ്രാഫിക്കലാണ്. ഞാനാണെങ്കിൽ R-rated മൂവീസ് കണ്ട് തഴമ്പിച്ച ഒരാളാണ്. എനിക്ക് പോലും ചില സീൻസ് കാണുമ്പോൾ ഈ സീനൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറെ സീൻസാണ്. അത് ആ സീൻസ് മേക്ക് ചെയ്തിരിക്കുന്ന വിധം അങ്ങനെ ആയതുകൊണ്ടാണ് ആ ഒരു എന്താ പറയുക, ഈ ഒരു സീനിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയാൽ മതി എന്ന് തോന്നുന്ന ഒരു ഇതില്. അതാണ് ഒരു ഹൊറർ ഫിലിമിന് നമുക്ക് വേണ്ട സാധനം. നമുക്ക് ഓക്കെ, ഇത് കണ്ടതാണ്, ഇതൊക്കെ എത്ര കാണുന്നു എന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ലാതെ ഈ സീനൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ ഇരിക്കുന്ന രീതിയിലുള്ള കുറെ സീൻസും ഇതിലുണ്ട്. അതുകൊണ്ട് 18 above ഓൺലി ഈ സിനിമ കണ്ടാൽ മതി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മൂവി റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ, ഈ മൂവി രാത്രി കാണാൻ നിൽക്കണം. എനിക്കറിയാം ഇത് നിങ്ങൾ രാത്രി തന്നെ കാണുന്നു, ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബട്ട് ഐ വാണ്ട് യു, ഈ സിനിമ രാത്രി കാണരുത്. ഓക്കെ ഗൈസ്, മറ്റൊരു വണ്ടർഫുൾ മൂവി റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.